സുരക്ഷിതമായൊരു ജോലി എന്ന് പറയുമ്പോൾ സർക്കാർ ജോലി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലല്ലേ. എന്നാൽ സർക്കാർ ജോലി ഉപേക്ഷിച്ച് ആഗ്രഹങ്ങളുടെ പിറകെ പോയി വിജയം നേടിയ ഒരു യുവാവിനെ പരിചയപ്പെടുത്താം. അങ്ങ് കോട്ടയത്ത് നിന്ന് പട്ടമൂട് സ്വദേശി സുദർശനാണ് ആഗ്രഹങ്ങളിൽ എത്തിപ്പിടിച്ച ആ യുവാവ്. നാട്ടകം സിമന്റ്സിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു സുദർശൻ. എഞ്ചിനീയറായി ജോലി നോക്കുമ്പോഴും ഇഷ്ടം സൂപ്പർ ബൈക്കുകളോടും അത് നന്നാക്കുന്നതിനോടും. ആ കമ്പം കൊണ്ട് ബൈക്ക് ക്ലബിൽ അംഗമാവുകയും പതിയെ വാഹനങ്ങൾ നന്നാക്കി പഠിക്കുന്നതിലേക്കും എത്തി. ചെറുപ്പം മുതലുള്ള കമ്പം പിന്നീട് സ്ഥിരമായി. അമ്മ പറഞ്ഞൊരു ജോലി കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ പോകണമെന്ന് എന്നോട് പല പ്രാവശ്യം ചോദിച്ചു. എനിക്ക് മെക്കാനിക്കലായിരുന്നു ഇഷ്ടം. പക്ഷേ സാഹചര്യം കൊണ്ട് നമുക്ക് കോളേജ് കിട്ടിയപ്പോൾ മെക്കാനിക്കൽ കിട്ടിയില്ല, ട്രിപ്പിളേ കിട്ടി. ജോലിക്ക് കയറിയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടിയോട് തന്നെ ക്രേസ്. ഇത് നമ്മൾ പയ്യെ നമ്മൾ സെറ്റാക്കി. വീട്ടുകാർ എതിർപ്പായിരുന്നു. വണ്ടി വന്ന് പണിയാൻ തുടങ്ങി കണ്ടപ്പം അമ്മ എന്നെ പറഞ്ഞു, എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് അമ്മ പറഞ്ഞിട്ടാണ് അമ്മയോട് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യുക. കാരണം എനിക്ക് പറ്റണില്ല, രണ്ടും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അമ്മ റിസൈൻ ചെയ്തു. ആദ്യം വീടിന് സമീപം ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. പിന്നീട് ജോലി കേന്ദ്രീകരിച്ച വർക്ക്ഷോപ്പ് വിപുലീകരിച്ചു. ഇതെല്ലാം ചെയ്യുമ്പോഴും ആത്മവിശ്വാസം മാത്രമായിരുന്നു കൈമുതൽ. ഒപ്പം വീട്ടുകാരുടെ ആശങ്കയും ഉണ്ടായിരുന്നു. ആദ്യം അമ്മ നല്ല എതിർപ്പായിരുന്നു, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പിന്നെ വണ്ടി വരുന്ന കണ്ടപ്പോൾ അമ്മ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടം ഇതാണ്, നീ അങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി ആത്മധൈര്യമായി. ജോലി തേടി നാട് വിടുന്ന യുവതലമുറയോട് സുദർശന് പറയാനുള്ളത് അവസരങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഈട് പോലുള്ള ലോണുകൾ തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നതിൽ ഏറ്റവും നല്ലത്. നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ നാട്ടിൽ സംരംഭം ഉയർത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടും. നമ്മൾ അതിൽ നല്ല ഹാപ്പി ആയിരിക്കും. കുറച്ച് പാടുപെട്ടാണെങ്കിലും ആഗ്രഹിച്ച വിജയം നേടിയെടുത്ത സുദർശൻ ഇന്ന് 15ഓളം പേർക്ക് ജോലി നൽകുന്നുണ്ട്. അതും താൻ സർക്കാർ ജോലിയിൽ വാങ്ങിയിരുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ. പഠിച്ച് നല്ലൊരു സർക്കാർ ജോലി വാങ്ങട എന്നൊക്കെ രക്ഷിതാക്കള് കുട്ടികളോട് പറയാറുണ്ടാവും. പക്ഷേ സർക്കാർ ജോലി വാങ്ങുക മാത്രമല്ല, നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക, അതിനുവേണ്ടി പ്രയത്നിച്ച് അതിലൂടെ വിജയം നേടുക എന്ന് പറയുന്നതും മനോഹരമായ കാര്യം തന്നെയാണ്. അതിന് മികച്ചൊരു ഉദാഹരണം തന്നെയാണ് എനിക്കൊപ്പം നിൽക്കുന്ന സുദർശൻ എന്ന് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.